ഓണം എന്നാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുക എന്താണ്? ഓണസദ്യ. മാർക്കറ്റിലൊക്കെ ഓണസദ്യക്കുള്ള പച്ചക്കറിയൊക്കെ വാങ്ങാനായിട്ടുള്ള തിരക്ക് ഇപ്പോഴേ തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട്. കാരണം ഉത്രാടപ്പാച്ചിലാകണം ശരിക്കുള്ള തിരക്ക് കാണണമെങ്കിൽ. ഓണസദ്യ മാത്രമല്ല, ഓണത്തിന് പുത്തൻ ഉടുപ്പ്, പുത്തൻ ഓണക്കോടി വേണമെന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ തുണിക്കടകളിലൊക്കെ അതിന്റെ തിരക്ക് ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ചും സ്കൂളിലും കോളേജിലും അതുപോലെ ഓഫീസുകളിലുമൊക്കെ ഓണാഘോഷം ഈ ഒരാഴ്ചയായിരിക്കും. ഓണവിപണിയിലെ ട്രെൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മുടെ പ്രതിനിധികൾ തയ്യാറാണ്. ട്രെൻഡ് എന്താണ് ഈ ഓണത്തിനെന്ന് നമുക്ക് നോക്കാം. ആദ്യം തിരുവനന്തപുരം പാളയത്ത് നിന്ന് സുനിഷ അയലൂരും കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നുമാണ് നമുക്കൊപ്പം ചേരുന്നത്. നമുക്കപ്പോ ഗുഡ് ഈവനിങ് ഗായ്സ്. ആദ്യം സുനിഷയിലേക്ക് തന്നെ പോകാം. സുനിഷ, ഇത്തവണത്തെ ട്രെൻഡ് ഓണം ആക്കാൻ വേണ്ടി എന്തൊക്കെയാണ് വാങ്ങേണ്ടത്? എന്തൊക്കെയാണ് ഇത്തവണത്തെ പുതിയ ട്രെൻഡുകൾ? ഏത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ന്യൂജൻ വൈബിലേക്ക് എത്തും? സുജ, ഓണം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഈ പറഞ്ഞതുപോലെ ഓണക്കോടി അതൊക്കെ പ്രധാനപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് വസ്ത്രത്തിലെ ട്രെൻഡ് എന്താണ് എന്ന് അറിയാനാണ് വന്നിരിക്കുന്നത്. കാണാൻ കഴിയും ഈ സെറ്റിന്റെ പല വിധത്തിലുള്ള പാവാടയും ധാവണിയും സാരിയും ഒക്കെയായി അങ്ങനെ വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞാലുള്ളത് പഴവങ്ങാടിയിലാണ്. അത്തം തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ തിരക്ക് അധികം അങ്ങോട്ടായിട്ടില്ല. പക്ഷേ ഇവർ പറയുന്നത് ഇനി അങ്ങോട്ട് വലിയൊരു തിരക്കിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ തിരുവോണത്തിനും ഉത്രാടത്തിനും ഒക്കെ പുതിയ വസ്ത്രമൊക്കെ ധരിക്കേണ്ടവർക്ക് നല്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നിരവധി പുതുമയുള്ള വസ്ത്രങ്ങൾ. പ്രധാനമായും എനിക്ക് തോന്നുന്നു ചേച്ചി ധാവണിക്കാണോ സാരിക്കാണോ അല്ലെങ്കിൽ പാവാട ബ്ലൗസ് ചുരിദാർ ഇതിന് ഏതിനാണ് ഏറ്റവും കൂടുതൽ? ധാവണിക്കാണ്. അപ്പൊ ധാവണിയാണ് ഇത്തവണത്തെ ഓണത്തിന്റെ ട്രെൻഡ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. നമുക്ക് തന്നെ കാണാൻ കഴിയും ഇങ്ങനെ രണ്ട് വിധത്തിൽ. ശേഷം ഒന്ന് ഈ വസ്ത്രം ഇതൊന്ന് കാണിച്ചു കൊടുക്കാവോ? സെയിം പാവാടയും അതിന് മാച്ചിങ് സെയിം ബ്ലൗസും വന്ന് ഡിഫറെന്റ് ഷോൾ വരും. ഇതാണ് ഒരു ട്രെൻഡ്. അതായത് ബ്ലൗസും പാവാടയും ഒരേ പാറ്റേൺ ആണ്, പക്ഷേ ഈ ഷോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള നിറങ്ങളുണ്ട്. ഇനി മറ്റൊന്ന് കാണാൻ പറ്റുന്നത് ഇത് സുജ, നല്ല ലാവൻഡർ കളർ ടോപ്പ് നമുക്ക് കാണാൻ കഴിയും. അതിനനുസരിച്ചുള്ള ഒരു പാവാടയാണിത്. പാവാടയുടെ താഴെ നമുക്ക് കാണാം ഇതേ ബ്ലൗസിന്റെ കളറിൽ ഇങ്ങനെ ഈ കളർ പാവാടയുടെ അവസാനം, അതായത് എൻഡിൽ അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ട് അതും വളരെ ട്രെൻഡായി ഇത്തവണത്തെ ഓണത്തിന് നമുക്കൊരു കളർ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പിടിക്കാൻ പോകുന്ന ഒരു കളർ, മനസ്സിൽ കണ്ട ഒരു കളറാണ് സുനിഷ ഇപ്പൊ എടുത്തത്. സുജ, അത് തന്നെയാണ് ഇവരും പറയുന്നത്. അതായത് പൊതുവെ ഈ ലാവൻഡർ കളറിന് കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. പെട്ടെന്ന് പോകുന്നതാണോ ചേച്ചി ലാവൻഡർ കളർ? നോർമലി ലാവൻഡറാ കൂടുതലും പൊക്കോണ്ടിരിക്കുന്നത്. ആളുകളൊക്കെ ഈ ട്രെൻഡിനൊപ്പമാണ് സുജ. ലാവൻഡർ കളറും ഒരു ട്രെൻഡ് ആയിട്ടുണ്ട്, ഒപ്പം തന്നെ ഈ ധാവണി ഒരു ട്രെൻഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഭാഗം നോക്കിയ വിഷ്ണുചേട്ടാ, നമുക്ക് ഈ ഭാഗം കാണിച്ചത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ കഴിയും. ഇത് വ്യത്യസ്ത തരത്തിലുള്ള പാവാട ബ്ലൗസ് ഒപ്പം തന്നെ ധാവണികളാണ്. അപ്പുറത്തൊരു സെക്ഷനിൽ പൂർണ്ണമായിട്ടും സാരി കാണാൻ കഴിയും. മറ്റൊരു സെക്ഷനിലേക്ക് പോയാൽ ചുരിദാറാണ്. സെറ്റിന്റെ വിവിധ തരത്തിലുള്ള ചുരിദാർ കാണാൻ കഴിയും. അങ്ങനെ ഏതാണ് വേണ്ടത് എന്നുള്ളത് ആർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന, ഏത് വേണമെന്ന് കൺഫ്യൂഷൻ ആകുന്ന തരത്തിലുള്ള കുറേ പാറ്റേൺ ഡ്രസ്സുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ചേച്ചി, ഓണം എത്തിയിട്ടില്ല, അത്തമായിട്ടേ ഉള്ളൂ. പക്ഷെ തിരക്ക് എങ്ങനെയാണ്? തിരക്ക് കുഴപ്പമില്ലാണ്ടുണ്ട്, തിരക്കുണ്ട്. ഈ കോളേജിലേക്ക് ഓണായതുകൊണ്ടേ ഈ കോളേജ് കുട്ടികളൊക്കെ എത്തുന്നുണ്ടാവല്ലേ? സെയിം ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ മാച്ചിങ് നോക്കിയിട്ട് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. ഇത് ഓർഗൻസ ടൈപ്പിൽ വരുന്നതാണ്. ഓർഗൻസ പാവാട വന്നിട്ട് അതിന് മാച്ചിങ് ബ്ലൗസ് കൊടുക്കുന്ന രീതിയിൽ കാണാൻ കഴിയും. ചെമ്പരത്തി പൂവൊക്കെ ഇങ്ങനെ പാവാടയിൽ നിൽക്കുന്ന ഓരോ പൂവുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അത്തരത്തിലുള്ള വെറൈറ്റി ഫ്ലോറൽ ഡിസൈൻസ് ഉണ്ട്. ഫ്ലോറൽ ഡിസൈൻ ആണ് നിങ്ങൾ അതിൽ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സുനിഷയ്ക്ക് എനിക്ക് തോന്നുന്നു ഫ്ലോറൽ ഡിസൈൻ ആയിരിക്കും ഇത്തവണ ചേരുകയെന്ന്. സുനിഷയ്ക്ക് ഇപ്പൊ കാണിച്ചതിൽ എനിക്ക് കണ്ടിട്ട് സെലക്ട് ചെയ്യാൻ തോന്നിയത് ആ ഫ്ലോറൽ ഡിസൈൻ ആണ്. നല്ല ഫ്ലോറൽ ഡിസൈൻ ഉള്ള ഒരു പാവാടയും ഒരു സിംഗിൾ കളർ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ വരുന്ന ഒരു ടോപ്പും ഒക്കെ ഇട്ട് സുനിഷ നമ്മുടെ ലൈവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിയായിരിക്കും. അപ്പൊ സുനിഷയ്ക്ക് പിടിക്കാൻ പറ്റിയ ഒരു ട്രെൻഡ് ഇതുവരെ കണ്ടതിൽ എനിക്ക് അതാണ് തോന്നിയത്.